ഹായ് ഫാമൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീണ്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യണതാണ്, ജാതിക്ക് രാസവളമാണോ ജൈവവളമാണോ നന്നായി കായ്ക്കാൻ അഭിപ്രായം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാസവളങ്ങൾ ഞാൻ കൂടുതൽ പറയാറ്. കാരണം നന്നായി ജാതിക്ക് കായ്ക്കണമെങ്കിൽ രാസവളം ഇടണം. അപ്പോൾ എല്ലാവരും രാസവളം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചിലർക്ക് ഇപ്പോഴും അറിയില്ല. അത് എപ്പോഴും വീണ്ടും പറയാം. അപ്പോൾ എൻ്റെ മുൻ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് അത് ഒന്ന് മനസ്സിലാക്കുക, കൂടുതൽ വളങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പം ചെറുതായിട്ടും പറഞ്ഞുതരാം. നമ്മുടെ ഇതിനിയും അധികം കായ്ക്കാത്തവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിലർ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് കായില്ല എന്ന് പറഞ്ഞിട്ട് കുറേ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അത് കുറേ ഇങ്ങനെ റിക്വസ്റ്റ് ആകുന്നതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ഇടുന്നത്. അപ്പോൾ നമ്മൾ രാസവളം ഇടാണ്ട് ജാതിക്ക ഒരിക്കലും കായ്ക്കത്തില്ല. കായ ഉണ്ടാവും, വളരെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്നിനെ കുറച്ച് ഉണ്ടാവുള്ളൂ. നന്നായി കായ്ക്കണോ രാസവളം വേണം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നമ്മുടെ മരം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ താഴത്തെ കമ്പ് നന്നായി കായ്ച്ചുണ്ടോ, ഫുള്ള് കായ കണ്ടോ. മേളിൽ നോക്കിയാൽ ഫുള്ള് കായ, ഇവിടെ ഒക്കെ നിറച്ചിട്ടുണ്ട്, ഫുള്ള് കായ കണ്ട. ഇത് വലിയ മരം ഉണ്ടോ, കണ്ട ഉള്ളിലേക്ക് കണ്ട ഫുള്ള് കായ കണ്ട. പുരുതാ കായ്ച്ചിട്ടുണ്ടോ, ഇത്രയും ഞാൻ സൂം ചെയ്താൽ ഉണ്ടോ, ഇത്രയും നന്നായി കായ്ക്കുന്നുണ്ടോ. ഇത്രയും നന്നായി കായ്ക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ, പിന്നെ അതിൻ്റെ ബയോന്യൂട്രിയൻസ്, ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുന്നേ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ട് അത് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. ഈ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. കാരണം ഇതൊരു 2 കൊല്ലങ്ങൾ ഒരുമിച്ച് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏത് കായ്ക്കാതെ അതും കായ്ക്കും. മനസ്സിലായോ? നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടാഷ് 3 മാസം കൂടുമ്പോൾ ഒരു 500 ഗ്രാം വെച്ച് ഇടും. നമ്മൾ ഇത്രയും 10-20 കൊല്ലം മുളക്ക് ജാതിയാണ്. ആ ചെറിയ ജാതിയാണെങ്കിൽ 200 ഗ്രാം 300 ഗ്രാം വെച്ച് ഇട്ട് കൊടുത്താൽ മതി. 3 മാസം കൊണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഫാറ്റ് ആൻഡ് ബോസ് വർഷത്തിൽ 3 ഇട്ട് കൊടുക്കുക. ഒരു വലിയ മരാണെങ്കിൽ 500 ഗ്രാം വെച്ചിട്ട് 3 ഇട്ട് കൊടുക്കുക. 600 ഗ്രാമേയും കുഴപ്പമില്ല. അല്ലാത്തവർക്ക് 200-300 ഇട്ട് കൊടുക്കുക. പിന്നെ രാജൻ ബോസ് അത് വർഷത്തിൽ 2 ഇട്ട് കൊടുക്കുക. 2 വട്ടം ഒരു 5 മാസം കൂടുമ്പോൾ 2 ഇട്ട് കൊടുത്താൽ സെറ്റപ്പ് ആവും. പിന്നെ എല്ലാ കൊല്ലവും വളം സ്റ്റാർട്ടിന് കുമ്മായി വെച്ചിട്ടാണ്. കുമ്മായി ഡോളമേറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കണം. പിന്നെ വർഷത്തിൽ ഒരിക്കലും ബോറോൺ, അത് 50 ഗ്രാം കൂടാൻ പാടില്ല. മനസ്സിലായി? 50 ഗ്രാം കൂടുതൽ ഉപയോഗിക്കരുത്. 50 ഗ്രാം ബോറോൺ അത് ഉപയോഗിക്കുക. പിന്നെ നമ്മളിനി മുന്നൊരു വളം പറഞ്ഞിട്ടുണ്ട്, മരുന്ന്. ആ മരുന്ന് ബ്രാൻഡ് എന്ന പേര്. ആ മരുന്ന് കേരളത്തിൽ കിട്ടില്ല. അപ്പോൾ ആ മരുന്ന് വേണ്ടവർ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് നമ്പർ കൊടുക്കാം. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എത്ര ജാതിമരമുണ്ടോ അതിനുള്ള നമ്മൾ മരുന്ന് നമുക്ക് അയച്ചു തരും. മനസ്സിലായോ? അപ്പോൾ എനിക്ക് 1 ലിറ്റർ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 1/2 ലിറ്റർ വേണമെങ്കിൽ അത് 250 ml മതിയോ എന്നൊക്കെ ആ മരത്തിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ml മാത്രം അയച്ചു തരും. അതിന് കുറേ ചാർജും ഈ മരുന്നിൻ്റെ പൈസ നമ്മൾ അയച്ചു തരും. മനസ്സിലായോ? ഇത് ഉപയോഗിച്ചിട്ട് 100% റിസൾട്ടുള്ള സാധനമാണ് ഈ മരുന്ന്. അത് എത്ര കുറച്ച് ജാതി ഉണ്ടെങ്കിലും നന്നായി കായ്ക്കാനും പറ്റിയ മരുന്നാണത്. ആ മരുന്ന് ഈ കേരളത്തിൽ അധികം ആൾക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ചത് 3 കൊല്ലത്തോളം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ മരുന്ന് ചോട്ടിൽ വെച്ച് കൊടുക്കാം, അടിക്കൊന്നും വേണ്ട. ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന മരുന്നാണ്. ആ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം. മരുന്ന് ഒഴിച്ച് 3 മാസം ആഴ്ച തന്നെ അതിൻ്റെ പൂവും കായൊക്കെ നന്നായിട്ട് പിടിക്കുന്ന കാണാം. മനസ്സിലായോ? പിന്നെ ജൈവവളം എങ്ങനെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ കോഴിക്കാട്ടോ അല്ലെങ്കിൽ കോഴിക്കാട്ടോ ഉള്ളവർ ഇടുക, ചീപ്പായി കിട്ടാൻ ഇടുക, വില കൊടുത്ത് മേടിക്കേണ്ട. ഇനി കോഴിക്കാട്ട് അത്ര പ്രിഫർ ചെയ്യണില്ല. ചാണകം ആട്ടുംകാട്ടാണ് നല്ലത്. മനസ്സിലായോ? ചാണകം ഉണങ്ങി ചാണകം ഇടാൻ ശ്രമിക്കുക. ഒരു പകുതി ഉണക്കായില്ലേ, ഫുൾ ഉണക്കം വേണ്ട. പകുതി ഒന്നും വെള്ളം വലിഞ്ഞ സാധനം പച്ചവെള്ളം കൊണ്ട് ഇടരുത്. അങ്ങനെ കുറച്ച് വെള്ളം വലിഞ്ഞ സാധനം ഉപയോഗിക്കുക. ആട്ടുംകാട്ടാണെങ്കിലും എങ്ങനെ ഇടും, ഇപ്പോൾ പച്ച ഉണക്കിയിടാം, അത് കുഴപ്പമില്ല കേട്ടോ. കോഴിക്കാട്ടാണെങ്കിലും ഇടാം, കോഴിക്കാട്ട അത്ര പ്രിഫർ ചെയ്യുന്നില്ല. കുറച്ച് ചൂട് ഹീറ്റിംഗ് ഉള്ളതുകൊണ്ട് അത്ര പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ ഇടാം, ഉള്ളവർക്ക് ഇച്ചിരി ചീപ്പ് പോലെ കിട്ടുകയാണെങ്കിൽ അത് ഇടാം. ചിലയിടത്തൊക്കെ കോഴിക്കാട്ടം ചീപ്പ് പോലെ കിട്ടാം. അപ്പം അങ്ങനെ ഇടാം. നന്നായി നനച്ചു കൊടുത്താൽ മതി. പിന്നെ വെള്ളം തന്നെ കൃത്യമാക്കണം, നന്നായി നനയ്ക്കണം. നല്ല രീതിയിൽ വെള്ളം നനച്ച് നന്നായി ജാതിക്ക് കായ്ക്കും. ഈ വളം കൊടുത്തു കഴിഞ്ഞ് നന്നായി നനച്ച് കഴിഞ്ഞാൽ കായ്ക്കും. പിന്നെ കായ കൊഴിയാണ്ടൊക്കെയുള്ള കുറേ ടെക്നിക്കുണ്ട്. അന്ന് തുരിശും കുമ്മായും അത് മെയ് മാസത്തിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, വേനൽമഴ പെയ്ത് കഴിഞ്ഞാൽ അതടിക്കാം, അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ചൂട് കാലത്തിന് മുന്നേ നമ്മളൊരു സംഭവം ചെയ്യുന്നുണ്ട്. തടിയുമ്പോൾ നമ്മൾ കുമ്മായും പശയും കൂട്ടി അതിൻ്റെ തടി മാത്രം നമ്മൾ ബ്രഷ് കൊണ്ട് അടിക്കും. മനസ്സിലായോ? കുമ്മായി നമ്മൾ കലക്കിയിട്ട് പെയിൻ്റ് അടിക്കുന്ന പോലെ അതിന് ചുറ്റും അടിച്ചു കഴിഞ്ഞാൽ ചൂട് കാലത്തല്ല കൊഴിച്ചിൽ, ആ ചൂടടിച്ചുള്ള കൊഴിച്ചിൽ ഇല്ലാണ്ടാക്കാം. ഇത്രയും കാലം ശ്രദ്ധിച്ചാൽ നല്ല ജാതിക്ക് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഞാൻ പ്രത്യേകം പറയാം, ആ മരുന്ന് വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ വിളിക്കുക. ഇതാണ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഞാൻ മരുന്ന് അയച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് വീഡിയോ ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.